അപ്പൊ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന, കർത്തൃ പ്രാർത്ഥന, ഇത് നമ്മൾ അനേക പ്രാവശ്യം ഓരോ ദിവസവും ഉരുവിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെയും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നല്ല ഈശോ പഠിപ്പിച്ചത്. നമ്മളുടെ പ്രഭാത പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു തിരുക്കർമ്മത്തിന്റെ അവസരത്തെ പ്രാർത്ഥനകൾ, അതിനിടയിൽ ആരംഭമായിട്ടോ അവസാനമായിട്ടോ ഒക്കെ ചേർത്ത് വെക്കാവുന്ന ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയും കൂടി നിങ്ങൾ പറ്റുന്ന പോലെ ചൊല്ലണം എന്നല്ല ഈശോയോട് പറയുന്നത്. മറിച്ച് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കും. സുവിശേഷം മുഴുവന്റെയും സംഗ്രഹമാണ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ദുർതുല്യൻ പറഞ്ഞിരിക്കുന്നതിനെ സഭ എടുത്ത് പരാമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന വെറും ഒരു പ്രാർത്ഥനയല്ല. ഇതിനേക്കാൾ പൂർണ്ണമായ പ്രാർത്ഥന വേറെയില്ല. ക്രിസ്തുവിന് മുൻപ് പഴയ ഉടമ്പടിയിലെ പ്രാർത്ഥനയുടെ മഹാവ്യക്തികളും ദൈവമാതാവ് വിശുദ്ധ അമ്മയും സഭയിലെ വിശുദ്ധരും, പിന്നെ അവിടുന്ന് തന്നെയും ഈശോ തന്നെയും നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്നാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ട സഹോദരരെ, ഈ ജൂലൈ മാസം 21-ാം തീയതി തിങ്കളാഴ്ച മുതൽ നമ്മൾ പുതിയൊരു വചന വിചിന്തന പരമ്പര ആരംഭിക്കുകയാണ്. കർത്തൃ പ്രാർത്ഥനയെ അടിസ്ഥാനമാക്കി നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ദൈവികമായ ഉൾക്കാഴ്ചകൾ ആഴപ്പെട്ട് സ്വന്തമാക്കാൻ സഹായിക്കുന്ന ഒരു വചന വിചിന്തന പരമ്പരയാണത്. ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായിട്ട് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നു. ഏതാനും മാസങ്ങൾ കൊണ്ടാണ് ഈ വിചിന്തനം പൂർത്തിയാവുക. ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പസ്തലന്മാർ ഈശോയുടെ പക്കലെത്തി ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് യാചിക്കുന്നു. അതിനുത്തരമായിട്ട് ഈശോ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. മത്തായി 6:9 നമ്മൾ ഇതേ വാക്യം തന്നെ കാണും, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് വെച്ചാൽ നമ്മൾ ദിവസവും ചൊല്ലുന്ന നിരവധിയായ പ്രാർത്ഥനകൾക്കിടയിൽ ഒന്നായിട്ട് ഇടം പിടിക്കേണ്ട ഒന്നല്ല കർത്തൃ പ്രാർത്ഥന. മറിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുഴുവനും ഭാവം നൽകേണ്ടതായ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, പ്രാർത്ഥന മുഴുവനും നിർവചിക്കേണ്ടതായ സ്വർഗം നൽകുന്ന പ്രാർത്ഥനയാണത്. പക്ഷെ നമ്മൾ പലപ്പോഴും യാന്ത്രികമായിട്ട് മാത്രം ചൊല്ലിപ്പോകുന്നതേ ഉള്ളൂ. വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങൾ എടുത്തുകൊണ്ട് തിരുസഭ മതബോധന ഗ്രന്ഥം വഴി നൽകുന്നതായ ഒരു വിചിന്തനമാണത്. എല്ലാറ്റിനും ഉപരി സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ കയറി കിടക്കുന്ന സകല നാരകീയ സാന്നിധ്യ സ്വാധീനങ്ങളെ പൊട്ടിച്ചെറിയുവാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന നരകരായത്തിനെതിരെയുള്ള ദൈവരായത്തിന്റെ ശക്തമായ പോരാട്ട പ്രാർത്ഥന ആയുധവുമാണ് ഈ കർത്തൃ പ്രാർത്ഥന. നമ്മൾ തിരിച്ചറിയാറില്ല എന്നേ ഉള്ളൂ. നമുക്ക് സ്നേഹമുള്ള സഹോദരനെ ഒരുമിച്ച് ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ദിവസങ്ങൾ ഇറങ്ങാം. നമ്മൾ സ്വർഗീയ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തു വഴി നമ്മളെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഇറങ്ങുവാനായിട്ട് നിങ്ങൾ ഏവരും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും നമ്മുടെ ആത്മീയ പരിസരത്തിന് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.